എവിടേക്കല്ല വന്നിട്ടുള്ള നമ്മളെ സ്വന്തം ഊട്ടിക്കാണ്. ഊട്ടി തന്നെ നിങ്ങൾ കണ്ടത് വലിയ ഊട്ടിയിലാണ്, പക്ഷെ ഇത് ചെറിയൊരു ഊട്ടിയാണ്. അത് കാരണം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു വഴിയാണ് കേട്ടോ, വേറെ എവിടെയല്ല, മിനി ഊട്ടിയാണ്. അപ്പൊ നമ്മൾ മിനി ഊട്ടി എക്സ്പ്ലോർ ചെയ്യാം. നോക്ക് ഇപ്പുറത്തെ ഒരു വൈബ്. മിനി ഊട്ടിത്തെ റോഡ് ചെറുതായിട്ടുള്ള കച്ചറയാണ് കേട്ടോ, എന്നാലും അവിടേക്ക് എത്തുമ്പോ വെറുത്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ കുറെ കോറികളുള്ള കാരണം ഇടയ്ക്ക് ചില ലോറികളൊക്കെ ഇങ്ങനെ ആക്സിഡന്റ് ആവും. ഇങ്ങനൊരു ചെറിയൊരു കാടുള്ളതുകൊണ്ട് ഈ കാര്യം ഇവിടെ മിനി ഊട്ടി എന്നൊക്കെ പറയണത്. കാരണം അത്ര അങ്ങോട്ട് ഊട്ടിന്റെ മാരിക്കൊന്നും തോന്നുന്നില്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഊട്ടി അല്ലാത്ത വേറൊരു വൈബ് നമുക്കിവിടെ കാണാം. ഇവിടെ ഇത് നിസ്കരിക്കാൻ പള്ളി ഉണ്ട് കേട്ടോ. ദേ നോക്കൂ, ഒരാള് സൈക്കിൾ പോണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല, അറിയണോരൊന്ന് കമന്റ് ചെയ്യാ. നോക്ക് ഇവിടുത്തെ വൈബ് ഇങ്ങനെ കണ്ടിട്ട് ആ സൈക്കിളിൽ കൂടെ പോകുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ ഇമാതിരി വൈബ്, അപ്പൊ ആ സൈക്കിളിൽ ഇരുന്ന് നോക്കണ ആ ചെങ്ങായിന്റെ വൈബ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ 1 മണിക്കൂർ യാത്രക്ക് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പൊ നമ്മൾ ലേശം ചായ ഒക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഒരു പാർക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് പോയിട്ടില്ല. നമ്മൾ കുറച്ച് ഇരിക്കും കെടുക്കലൊക്കെ ചെയ്തൊക്കെ നല്ല വൈബാണല്ലോ. അടിക്കൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുക്കുക, ഒന്നും ഇല്ലാത്ത വൈബ് നിൽക്കും. ഇനി നമ്മള് ഇതിന്റെ അറ്റത്തോട്ട് പോവുക. ഇങ്ങോട്ടോക്ക് അവിടുത്തെ മരങ്ങളൊക്കെ നമ്മളെ മേലെയാണെങ്കിലും നമ്മളിവിടുത്തെ രാജാവ് പോലെയാണ്. ഓക്കെ, ഈ മരങ്ങളൊക്കെ നമ്മളെ കാണിട്ടാ.
അപ്പൊ നമ്മൾ അതിനേക്കാൾ കുറച്ച് ഉയർത്താണ്, വേറെ എവിടെയല്ല, എൻട്രോയിലാണ് കേട്ടോ. ഇത് ഞമ്മക്ക് പേടിയൊന്നുമില്ല. ഇത് പക്ഷെ സീനാണ് കേട്ടോ. അവിടെ ആളുണ്ടല്ലേ? എന്തായാലും ട്രൈ ഔട്ടാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, അത് മാത്രമല്ല കമന്റ് ചെയ്യാം. നമ്മളെ സ്വന്തം ബ്രൗണി പൂക്കളൊക്കെ കഴിക്കും. നമ്മള് ഇവിടുത്തെ എല്ലാവർക്കും പറ്റുന്ന എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അവിടെ ഇംഗ്ലീഷും നിർമ്മേഴ്സ് ഗ്രേഡി ഇത് നാലും ഈ മാസം ഇവിടെ നമ്മൾ ഗ്ലാസ് 440 താഴെ വെച്ചാൽ നമ്മൾ ചെറി കംപ്ലീറ്റ് നെയ്യായിട്ടുണ്ടാവും. ഫാമിലി ഹെൽത്ത് ഫിഷിനും ചെറിയ ഭക്ഷണം ചെറിയ കാരണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഗ്ലാസ്സിൽ നമ്മൾ ഈ പാർട്ടിൽ വരുന്നത് ഈ ഇതിനെ കുറിച്ച് നമ്മൾ നല്ല വിശദപ്പെടുത്തി തന്നിട്ടോ. സബ്സ്ക്രൈബറിന് നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്ത് ഹൗസുക്കും 3D ഹൗസുക്കും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് അതും കാണാം. നിർഭാഗ്യവശാൽ നമ്മളെ ക്യാമറ നമ്മുടെ സ്വന്തം ഓറർ ഹൗസിക്ക് എലൗഡ് അല്ല. അത് മാത്രമല്ല നല്ല ഇരട്ടായിരുന്നു, എനിക്കൊന്നും കാണിച്ചു തരാൻ പറ്റൂല. എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് വെള്ളത്തിരി. ഉറങ്ങാല്ലേ പൂച്ചന്റെ ഒക്കെ തൊടാനൊക്കെ തോന്നുന്നുണ്ട്.
മിട്ടുവിന്റെ പോലെ രാത്രി തുറന്ന് പകല് എമു എമു എമുവാണേ ഒട്ടക പക്ഷിയല്ല. എന്താണ് മൈൻഡ് ചെയ്യാത്തത്? Guys, ഇവിടുത്തെ parrot ഉണ്ട്. Parrot അല്ല. കോക്കറ്റിയാനാണ്. I means കോക്കറ്റിയിലാണ്. ഇതൊക്കെ ഇതാണ് കോക്കറ്റിയിൽ. പക്ഷെ പ്രാവുകളും ഉണ്ട് കേട്ടോ. കോക്കറ്റിയിലുണ്ട്. ഇത് പ്രാവാണോ എനിക്കറിയില്ല. മാന്തൂല നോക്കി. മരപ്പട്ടിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. പോക്കറ്റ് മങ്കി. മങ്കിയാണ്, സോറി, മരപ്പട്ടി പോക്കറ്റ് മങ്കിയാണ്. നമ്മളെ കുഞ്ഞിട്ടൊക്കെ ഒട്ടക ബോംബ് വൈക്കാടിയുണ്ട്. അതുപോലെ ചൈനീസ് ചായം പൂശിയ കാടയുണ്ട്. ചൈനീസ് ഇവലെ മുട്ടയുണ്ട്. നമ്മളെ കാടമുട്ടൊക്കെ കഴിക്കണേ. പിന്നെ ലേഡി ആംസ്റ്റർ, പിന്നെ യെല്ലോ പെസന്റ്, സിൽവർ പെസന്റ്. പക്ഷെ ഒന്ന് ഡൈ ആയിക്കണം കേട്ടോ. ഏതാണ് ഇതാണ് ഇത് ഡൈ ആയിക്കണം. ഇത് ഡൈ ആയിക്കണം. യെല്ലോ പെസന്റ്. കുറച്ച് കോഴി പൂച്ച എന്തൊക്കെ ഉണ്ട്. അത് കൊത്തണത് കൊത്ത് നല്ല പവറുണ്ടാവും. പൂച്ച സാറാണ്. നോക്ക് മയിലേക്ക് നീ പിടിച്ചോണ്ടോ ഇവര് തരുമെന്നാവും. ലോകത്തിലെ ഏറ്റവും ചെറിയത്. ഇത് നോക്കി നമ്മൾ വിചാരിക്കും കിടാക്കളാണ്.
പക്ഷെ ഇത് വലുതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പശു എന്നാണ് അറിയപ്പെടുന്ന ഒരു പശുക്കളാണ് കേട്ടോ. വേൾഡ് റെക്കോർഡ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, പശുക്കൾക്കാണ്. നമുക്ക് വല്ലതും തരികയാണെങ്കിൽ ഇത് ചക്ക ഞാൻ കണ്ടിട്ട് നമ്മളെ കണ്ടൊക്കെ ഒട്ടകത്തിന് ചെറുതായിട്ടൊരു ഡാൻസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫേമസ് ആവുന്നുള്ളൊരു ചെറിയൊരു നാണക്കളും ഉണ്ട്. നമ്മള് ഇതൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിരുന്നേ. കഴുത്തിറക്കണേ പെരുമ്പാമ്പിന് കുട്ടിയാണ്. അതാണ് എനിക്ക് ചെറുതായിട്ട് പേടിയാണ്. മറ്റേത് എനിക്ക് അത്ര പേരുണ്ടായിട്ടില്ല. ഇങ്ങനെ ഇറുക്കുണ്ടായിരുന്നു. അതിന്റെ ശരിക്കത്തെ സ്വഭാവം കാണിച്ചാൽ ഞാൻ എന്റെ ഭാഗ്യ കാണാൻ വാട്ടറിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മീനാണ് നമ്മുടെ സ്വന്തം അരാപ്പേമ. ആമസോൺ കാട്ടിലൊക്കെ കാണാൻ കിട്ടും. അത് നമ്മൾ നാട്ടിൽ കണ്ടേ താഴ്ഭാഗത്ത് കാണാൻ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പ്ലെയിനിലൊക്കെ നോക്കണമായിരിക്കണ്ടേ. പിന്നെ നമുക്ക് ഇപ്പോഴാണ് ആ ഗ്ലാസ് ഫ്രിഡ്ജിന്റെ ആ ലൈറ്റ് ഇതൊക്കെ തിളങ്ങിയിട്ടൊരു ഇതാവണത്. പല ലൈറ്റും കത്തുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത ലൈറ്റ് ഇപ്പാവും. ഞാൻ പറഞ്ഞില്ലേ, കാണുമ്പോ യന്ത്രൂലാന്റെ മരിക്കൊന്നുമില്ല കേട്ടോ. വേറെന്തോ വലിയൊരു സ്പിന്നിങ് വീലിലൊക്കെ മരിക്കണ്ടേ. എനിക്ക് നമ്മളെ കൂട്ടാളോടൊക്കെ പറയാനുള്ളത്, എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞ് ആ ഒരു ചൂട് മാറ്റാൻ വേണ്ടിട്ട്, തണുപ്പാക്കാൻ വേണ്ടിട്ട് ഈ വൈബുള്ള മിനിയൂട്ടിക്ക് ഒന്ന് വന്നോണ്ടിട്ടോ. നല്ല വൈബാ. അപ്പൊ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ റയാൻ.